കറക്റ്റായിട്ട് വീഡിയോ എടുക്കണം, എല്ലാ കാര്യങ്ങളും വിചാരിക്കട്ടെ. പക്ഷെ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. ഇത് കണ്ടില്ലേ, നമ്മൾ അന്ന് പ്ലാവിൻ്റെ കമ്പൊക്കെ വെട്ടിയിട്ട് ഇവിടുത്തെ കമ്പുകളൊക്കെ മാറ്റിയിട്ട് സൂര്യപ്രകാശം കൊടുത്ത എൻ്റെ ചെടികളെ കണ്ടെന്ന്. ഈ മഞ്ഞക്കടലാസ് പൂ എന്നൊക്കെ പറയണത് നമ്മുടെ ബൊഗെയിൻവില്ല. ഇതെനിക്ക് അവർ 150 180 എന്ന റേറ്റിൽ വിറ്റിട്ടുണ്ടായിരുന്നാണ്. അവർക്ക് ചിലവായി പോകാത്തത് കാരണം തന്നെ അവർ ബാക്കിൽ കൊണ്ടുപോയിടുമല്ലോ അവരെ ചെടികളൊക്കെ. അതിന്ന് ഞാൻ പെറുക്കി എടുത്തിട്ട് വന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞു 50 ഉറുപ്പ്യെങ്കിലും ഇട്ട് തരണം. അപ്പോൾ ശരി, കുഴപ്പമില്ല, 50 രൂപയെങ്കിൽ 50 രൂപ. അപ്പോൾ അവർ പറഞ്ഞു ഉറപ്പില്ല കേട്ടോ പിടിക്കുന്നത്, അവർക്ക് തരാൻ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, തന്നോളൂ ചേച്ചി, പോയാലും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ്. കണ്ടില്ലേ എൻ്റെ ചെടി പൂത്ത് നിൽക്കണ കണ്ടില്ലേ. എനിക്കിഷ്ടമാണ് കേട്ടോ, മരിക്കാനായി നിൽക്കണതിനെയൊക്കെ പിടിച്ചുകൊണ്ടൊന്ന് ജീവൻ വെപ്പിക്കുക എന്ന് പറയണത് വല്ലാത്തൊരു ഇഷ്ടമുള്ള കാര്യമാണ്. അതേപോലെ ഈ പൂത്തുലഞ്ഞ് നിൽക്കണത് ഞാൻ നമ്മുടെ തൊട്ട് വീട്ടിലത്തെ ടീച്ചർ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഒരു കമ്പ് കൊണ്ടെന്ന് വെച്ചാണ് കേട്ടോ ഇതിൽ. അങ്ങനെയാണ് ഇതിൽ ഇത്രയും പൂ കണ്ടത്. എൻ്റെ അമ്മ ഈ പൂ കണ്ടതും പറയണേ നേരെ നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വെച്ചാലോ, പക്ഷെ അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എപ്പം നശിച്ച് എന്ന് ചോദിച്ചാൽ മതി. കണ്ടില്ല എന്ത് ഭംഗിയിലാണ് നിൽക്കണേ. നമ്മുടെ തക്കുടുക്കുട്ടി വന്നിട്ടില്ല കേട്ടോ, ഒരാഴ്ച കഴിഞ്ഞവൾ വന്നിട്ട്. എന്താണ് അവളിങ്ങനെ ഒരു പോക്ക് എന്നുള്ളത് മനസ്സിലാവില്ല. അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. നമ്മുടെ കൊച്ചു പോയതിന് ശേഷം അവൾ ഒന്നരാടം വേണമെങ്കിൽ വരാതിരുന്നിട്ടുണ്ടാവാം. പക്ഷേങ്കിൽ സ്ഥിരം വന്നിരുന്ന ആൾ ഇപ്പോൾ വരുന്നില്ല. ഒരാഴ്ചയായി വന്നിട്ട്. ഞാനിനി കാണുന്നവരൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ എൻ്റെ തക്കുടുവിന് അടയാളം ഇട്ടില്ല പറഞ്ഞിട്ട് ഇന്നാളെ തന്നെ ഈ 2 ദിവസം മുമ്പേക്കും കമൻറ്റിൽ ചീത്ത കിട്ടി. പക്ഷേ എൻ്റെ തക്കുടിന് ഒരു അടയാളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. എൻ്റെ തക്കുടിന് ഒരു അടയാളത്തിൻ്റെ ആവശ്യമില്ല. എൻ്റെ തക്കുട് വരും. പിന്നെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഫാമിലി, ഞാനും എൻ്റെ കുട്ടിയും ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഹസ്ബൻഡ് സെപ്പറേറ്റഡാണ്, ആളുടെ വീട്ടിലാണ്. എൻ്റെ മക്കളെ കാണാൻ പോലും വരാറില്ല. ഈ റമദാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് 1 വർഷമായി ഞങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ട്. ഒരു വകയ്ക്കും ഒരു കാര്യത്തിലും തിരിഞ്ഞു നോക്കാറില്ല. എന്നെ മാത്രമല്ല എൻ്റെ മക്കളെയും തിരിഞ്ഞു നോക്കാറില്ല. അവർക്കും ഇപ്പോൾ ആവശ്യമില്ല, അവരും ചോദിക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യം, ഡിവോഴ്സിനെ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. കൊടുത്തിട്ടുണ്ട് വക്കീലിൻ്റെ അടുത്ത്. പക്ഷേ മക്കൾക്ക് വേണ്ട ചിലവിന് പോലും അയാളെ തരാറില്ല. അത്രയും പള്ളിക്കാർ നിർബന്ധിച്ചപ്പോൾ മാത്രം ഒരു പ്രാവശ്യം ചിലവിന് കൊടുത്തതാണ്, പിന്നെ അതും കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. കൂടുതൽ ഞാൻ എന്തിനാ വെറുതെ ഫാമിലി ഡീറ്റെയിൽസ് കൂട്ടിക്കുഴയ്ക്കണമെന്നിട്ടാണ്. എൻ്റെ വാപ്പയമ്മയാണ് കൂടെയുള്ളത്. അതുപോലെ തന്നെ ഈ വീട്, ഞങ്ങൾ താമസിക്കുന്ന വീട്, ഇത് എനിക്കും ഹസ്ബൻഡിനും കൂടി വേണ്ടിയിട്ട് ഉള്ള എൻ്റെ ഗോൾഡും ഒക്കെ കൊടുത്തിട്ട് ആൾ ലോണാക്കാൻ പറഞ്ഞു ബാക്കി എമൗണ്ടിന്. അങ്ങനെ ലോണാക്കി എടുത്തതാണ്. പക്ഷേങ്കിൽ ലോൺ എടുത്തതിന് ശേഷം ഒരു ലോണിൻ്റെ തുക പോലും ആളടച്ചില്ല എന്ന് മാത്രം ഇല്ല. ഈ വർഷം വരെ ഈ വീട് ജപ്തി ചെയ്ത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങണതും കാണണം എന്ന് പറഞ്ഞിട്ടാണ് ആളിരുന്നത്. അപ്പോൾ മനസ്സിലാവുണ്ടാവുമല്ലോ എത്രമാത്രം ഞങ്ങളോട് സ്നേഹം ഉള്ളൊരു വ്യക്തിയാണത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നത് തന്നെയല്ലേ സന്തോഷം. ഇങ്ങനെ ഒന്നും മനസ്സിലാക്കാത്ത ഒരാളെ കൂടെ ഉള്ളതിലും ഭേദമല്ലേ ഇങ്ങനെ ജീവിക്കണത്. എൻ്റെ സന്തോഷങ്ങൾ ഇതൊക്കെയാണ്. കണ്ടില്ലേ, അവർക്കൊരു വീടുണ്ടാക്കിയിട്ടോ, അതിൻ്റെ സന്തോഷത്തിലാണ് അവർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിതാ അവൾക്ക് മുട്ടയിടാനൊരു ചട്ടിയും മേടിച്ചുകൊണ്ട് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞങ്ങളുടെയും കുഞ്ഞു വീടാണ്. ഞങ്ങൾക്ക് ഇത് മതി, ഞങ്ങൾ 3 പേർക്ക് താമസിക്കാൻ വീട് ധാരാളമാണ്. പക്ഷേ എങ്കിൽ കുട്ടികളെയും കൂടി താമസിക്കുന്നത് കൊണ്ട് തന്നെ വീട് അത്ര സേഫല്ല. വീടിൻ്റെ ഉള്ളിൽ ഫുള്ളും കുരങ്ങൻ മേലക്കൂടെ ഓടിയിട്ടൊക്കെ അങ്ങനെ ഓടി നീങ്ങിയിട്ടും. ഇനി അടുത്തൊരു മഴ വന്നാലേ അറിയുള്ളൂ എത്രമാത്രം വെള്ളം ഉള്ളിൽ കയറും എന്നുള്ള കാര്യം. അതുകൊണ്ട് മാത്രം എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ഈ വീട് കൊണ്ട് തൃപ്തി തന്നെയാണ്. ബാങ്ക് ലോണ് അതൊഴിച്ച് കഴിഞ്ഞാൽ സമാധാനമാണ്. പിന്നെ ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ സമാധാനം കിട്ടും. കാരണം എന്താ വെച്ചാൽ വയനാട് അത്രയും വലിയ ദുരന്തം ഉണ്ടായപ്പോൾ എത്രയോ ആൾക്കാർ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അവസാനം അവർക്ക് ഒന്നുമില്ലാതെ അവർ മൊത്തം പോകേണ്ടി വരുമ്പോഴുള്ള വിഷമം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കൾ എനിക്ക് കൂടെ ഉണ്ട്. അതിനേക്കാൾ വലിയ സമ്പാദ്യം വേറെ ഒന്നുമല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ലോണിനെ ആലോചിച്ചിട്ട് ജപ്തി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇറങ്ങിക്കൊടുക്കാം. കാരണം നമുക്ക് താമസിക്കാൻ ഒരുപാട് വാടക വീടുകൾ കിട്ടും. പണിയെടുക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ നമുക്ക് വാടക വീടുകൾ ഒരുപാട് കിട്ടും. അതുപോലെ തന്നെ
ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഏത് കാലവും ഉണ്ടാവണമെന്നില്ലല്ലോ. ഒരു ഭർത്താവിനെ മാത്രം നമ്മൾ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പല ബുദ്ധിമുട്ടുകളും നേരിടും. കാരണം അവർ നോക്കുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ കൂടിയിരിക്കുക. അവർ നോക്കില്ല എന്നുള്ളത് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്കത് മനസ്സിലാവുന്നത്. പക്ഷേങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കോംപ്രമൈസ് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് കൊണ്ടാണോ ഭർത്താവിന് ദേഷ്യം വരുന്നത് ആ കാര്യങ്ങൾ നിർത്താൻ മാത്രമാണ് ഫാമിലി മെമ്പേഴ്സ് ആയാലും നമ്മളോട് പറയുക. അങ്ങനെ ജീവിതം ഒരുപാട് പോയി എന്ന് തന്നെ പറയാം. 20-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്. എൻ്റെ 12 വർഷമായി മാരേജ് കഴിഞ്ഞിട്ട്. എൻ്റെ 12 വർഷം സ്പോയിലായെന്ന് മാത്രം പറയാം. വിവാഹ ജീവിതത്തിൽ എനിക്ക് എന്താണ് നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മക്കളെ കിട്ടി. അതല്ലാതെ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഇപ്പോഴും ഞാൻ ജീവനോടുള്ളത് എൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പ്രാർത്ഥന കൊണ്ട് തന്നെ ആയിരിക്കാം. ഓരോ പെൺകുട്ടികളിൽ നിന്ന് ആത്മഹത്യ ചെയ്യുമ്പോൾ എൻ്റെ വാപ്പയും ഉമ്മയും ആലോചിക്കുന്നതും മനസ്സിൽ സമാധാനിക്കുന്നതും ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ മകള് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയല്ലോ. കാരണം അവർക്ക് ഞാനൊന്നേ ഉള്ളൂ, ഒരാണും ഒരു പെണ്ണും മാത്രമേ ഉള്ളൂ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും. എന്നെ തിരിച്ചു കിട്ടിയല്ലോ, അതിൽ തന്നെ വലിയ ഭാഗ്യമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ് എൻ്റെ വാപ്പയും ഉമ്മയും. അപ്പോൾ സെക്കൻഡ് മാരേജ് എന്നുള്ള ഓപ്ഷൻ എൻ്റെ അടുത്ത് ഇല്ല. ഞാൻ സെക്കൻഡ് മാരേജ് ചെയ്യുന്നില്ല. അപ്പോൾ യൂട്യൂബിലൂടെ തന്നെ എനിക്ക് ഒരുപാട് പ്രപ്പോസൽ വന്നു. എനിക്ക് വേണ്ട, ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് സന്തോഷമായിട്ട് സമാധാനത്തോടെ ഞാൻ ജീവിച്ചോളാം. എൻ്റെ ലോകം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പക്ഷികളായാലും മൃഗങ്ങളായാലും എൻ്റെ മക്കളും ഇങ്ങനെ ചെടികളും ഇതൊക്കെ തന്നെയാണ് എൻ്റെ ലോകം. ഇത് വിട്ടിട്ടുള്ള ഒരു കളിയില്ല. ഞാൻ തിന്നാനും ഓരോ കാര്യങ്ങൾക്കും പൈസ ചിലവാക്കിയില്ലെങ്കിലും ഇങ്ങനെ ചെടികൾക്ക് വേണ്ടിയിട്ടും ഇതേപോലെ ഇവർക്ക് വേണ്ടിയിട്ടും ചിലവാക്കുന്നതിനൊരു കണക്കും ഞാൻ നോക്കാറില്ല കേട്ടോ. പിന്നെ എൻ്റെ മക്കളുടെ കാര്യത്തിലും ഞാൻ ചിലവ് നോക്കാറില്ല. ഒരുപാട് വരുമാന കാര്യങ്ങളൊന്നും എനിക്കില്ല. യൂട്യൂബിൽ നിന്ന് ആകെ 2 പ്രാവശ്യമാണ് എനിക്കൊരു ഇൻകം കിട്ടിയിരിക്കുന്നത്. അതും യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 1.5 വർഷത്തിനടുത്ത് ആയിട്ടുണ്ടാവും. അതിനിടയിലാണ് ഇപ്പോൾ ഈ 2 പ്രാവശ്യം ഒരു ഇൻകം കിട്ടിയത്. പിന്നെ ഇപ്പോൾ ഞാൻ ജോബിന് പോകുന്നുണ്ട്. അതും വലിയൊരു സാലറിക്കല്ല, ചെറിയൊരു തുക, 10 പോലും ഇല്ല, അതിൻ്റെയും താഴെയാണ് എമൗണ്ട് കിട്ടുക. അപ്പോൾ ഇതുകൊണ്ട് 2 മക്കളെ വളർത്തണമെന്നുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പിന്നെ എൻ്റെ വാപ്പയമ്മയും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഭക്ഷണത്തിന് എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല. അവർ എന്നാണോ എൻ്റെ കൂടെ കൂടിയത് അന്ന് മുതലാണ് ഞാൻ പട്ടിണി എന്താണെന്ന് അറിയാതിരുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവരുള്ളിടത്തോളം കാലം എനിക്കും എൻ്റെ മക്കൾക്കും ബുദ്ധിമുട്ടേണ്ടി വരില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അതെന്നെക്കൊണ്ട് പറ്റും, എൻ്റെ മക്കളെ നോക്കാൻ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ ലൈഫ്. ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് ഇനി എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ചോ, ഞാൻ കമൻറ്റിൽ റിപ്ലൈ തരുന്നതായിരിക്കും.